അമ്മാരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെഡിങ് വീഡിയോ ആണ്. അതായത് നമ്മളെ സുട്ടുക്കാക്കൻ്റെ കല്യാണമാണ്. പിന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും എൻ്റെ സൗണ്ട് തീരെ വയ്യ. 2 ദിവസമായിട്ട് സൗണ്ട് പോയിക്കും. ചെറിയൊരു തൊണ്ടവേദന ഉണ്ട്. അപ്പം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഇതാ ടൈം ഇപ്പം 9 മണി ആയിക്കുന്നത്. 10 മണിക്കാണ് നിക്കാഹ് വരുന്നത്. അപ്പം മാറ്റിക്കുന്ന നല്ല ഡ്രസ്സൊക്കെയാണ് ഞാൻ ഇട്ടത്. എല്ലാം മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കക താഴത്തെ എൻ്റെ അമ്മച്ചിയിൽ 6 മാറ്റുന്നുണ്ട്. നേരെ നമ്മളിപ്പം സുട്ടുക്കാക്കൻ്റെ അവിടേക്കാണ് പോകുന്നത്. അതായത് ഇന്നലെ കല്യാണമുള്ളടത്തിലേക്കാണ് പോകുന്നത്. ഇന്നലെ കല്യാണം ഉണ്ടായിരുന്ന അവിടേക്ക് പോയിട്ട് പിന്നെ പ്യാപ്പിൾ ഇറങ്ങുന്നത് കണ്ടതിൻ്റെ ശേഷം ഓരോ കൂടെ ഹാളിലേക്ക് പോകും. ഹാള് അതാ അതെവിടെ അറിയോ? നമ്മളെ ഞാൻ പോണാക്കി പറഞ്ഞുതരാം, അതാ നന്നാവുക. അപ്പം നമുക്ക് ഇറങ്ങാം കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ട് ഇല്ലപ്പാ നിൽക്കൂല. ഓ മുന്നേ ഫെസിമോന് പ്യാപ്പിളത്തില്ല. പ്യാപ്പിള വെള്ളാലോ അമ്മശൊക്കെ മരണ്ട്. ഈ വരുന്നില്ല ബസ്സിനെ സ്പീഡാക്ക്. വേഗം മാറ്റൂട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉമ്മച്ചിയും മോളും പ്യാപ്പളിൻ്റെ വണ്ടിയിൽ പോയിക്കണ്. ഞാൻ ജവാദ് അനീസ നമ്മളിങ്ങനെ അങ്ങനെ കഥ പറയാം. നമ്മളിങ്ങനെ വണ്ടിയിൽ നമ്മളെ വണ്ടിയിലാണ്. അങ്ങനെ മാറ്റിലൊക്കെ കഴിഞ്ഞ് അവിടേക്കാണ് പ്യാപ്പിൾ ഇറങ്ങണൊക്കെ കണ്ടിട്ട്. അപ്പൊ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിരിക്കണേ. എന്റെ മുടിയുണ്ട് ഫുള്ള് ചളിയാണ്. ചളിയല്ല, മഴ ചെയ്തിട്ട് വെള്ളം. ഉറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളെ ചുന്തിരി എണീച്ച് ഹായ് പറഞ്ഞാളേ. അങ്ങനെ ഈ പരിപാടിക്ക് നമ്മൾ നേരത്താനായിട്ട് എത്തിയപ്പോഴാണെങ്കിലും പ്യാപ്പിള മാറ്റിയിട്ടില്ല. പ്യാപ്പിള പെങ്ങന്മാരും ഉമ്മ ആരും മാറ്റിയിട്ടില്ല. പിന്നെ ഇക്കാക്കിയവരെല്ലാരും കൂടി ചെക്കനെ മാറ്റിക്കുന്ന പരിപാടി. പ്യാപ്പിളിന്റെ അനിയത്തിനെ മാറ്റിക്കുന്നത് നമ്മളെ മോള്. മേക്കപ്പ് ആ മോളാണ് സുന്ദരി. നമ്മള് സുന്ദരിത്ത് വേറൊരു സുന്ദരി. എന്റെ സൗണ്ട് ഇങ്ങനെ പ്രശ്നമായതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ലോണം ഞാൻ സംസാരിക്കുന്നത്. ഇത് എന്റെ അമ്മച്ചി ഉമ്മന്റെ ആങ്ങളി. വലിയ ആങ്ങള മൂത്താങ്ങളുടെ കല്യാണം കേട്ടോ. മൂത്താങ്ങളുടെ മോന്റെ കല്യാണാണ്. അതന്നെ ചെറിയ ആങ്ങളപ്പ വരും. ഹായ്. നമ്മള് ദുവമോളും ഒരേ കോസ്റ്റ്യൂമാ. ഓ ഈ പിന്നെ നല്ല സുന്ദരി. അപ്പൊ എന്നെ വൃത്തിന് മോൻ കാണാൻ. അങ്ങനെ ഒരു 10:30 കറക്റ്റിന് നമ്മൾ ആ പ്യാപ്പിൾ ഇറങ്ങി കേട്ടോ. പിന്നെ ബാക്കിൽ വരുന്ന ആള് ഷെബീബ്ക്ക. ഓനക്ക് പെണ്ണൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയേണ്ടി കേട്ടോ. എല്ലാരും ഇറങ്ങി നമ്മള് ഈ കൂടെ കട്ട് ചെയ്യാം. അങ്ങനെ ഇറങ്ങി നമ്മൾ അതേ നമ്മളെ ഹാളിലെത്തി. പെണ്ണിന്റെ വീട്ടുകാരും നമ്മളും കൂടി ഒപ്പരുള്ളതായതിനെ കൊണ്ട് ഒരുപാട് പേരുണ്ടാവും കല്യാണത്തിന്. ഓള് വിളിച്ചിരിക്കുന്ന ഉള്ളിൽ കയറിയിട്ട്. ജവാദ് എന്താ അവിടെ കയറി ഇരിക്കുന്നത്? എന്താ കണ്ണ് ചോദിക്കണേ? പേടിച്ചിട്ടാ നിക്കായിക്കാൻ പോണ പേടിയില്. ജവാദിക്ക് എന്താ ഇവിടെ? എന്റെ കല്യാണം കഴിഞ്ഞല്ലോ അത്. അത് ശരിയാ. ഫോട്ടോ എടുക്കാ. ടെൻഷൻ ഉണ്ടോ? ചെല്ലണോ? എനിക്കറിയില്ല. അല്ല നമ്മളെ ഷെബീബ് എൻട്രി ആവുന്നുണ്ട്. ഇനി അടുത്ത കല്യാണ ചക്കരാണിത്.
മാങ്കാവ് സ്വദേശികളായ സാദത്ത് എൻ പി ഫെമീദ ദമ്പതികളുടെ മകൾ നേഹ ഖദീജയും തമ്മിലുള്ള ഈ വിവാഹ കർമ്മത്തിന് നിക്കാൻ കഴിഞ്ഞൊക്കെ തരുന്ന സാധനം ഭാര്യ പിടിച്ച് വാങ്ങി കഴിക്കാണ്. ചെന്തി അങ്ങനെ മഹർ എന്താ പറയാ നിക്കാഹൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ശരി കയ്യൊക്കെ വേണ്ടി പോയിട്ട് കള്ളത്തിന് ഔട്ട് പോയിട്ട് വെള്ളം എന്താ അല്ലേ കയ്യൊക്കെ മടിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് കയ്യൊക്കെ അങ്ങനെ ചോറയിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിനി എന്താ പറയാ മഹർ ഇട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. ആ പിഞ്ചോ ഇത് നമ്മളെ മൂത്തമ്മന്റെ പേരക്കുട്ടി ഫൈക്ക. അങ്ങനെ ഹാളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകാൻ. നേരത്തേക്കാക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി തിന്നട്ടേന്ന്. അങ്ങനെ വീട്ടിലെത്തി മാറ്റി നേരെ ഇങ്ങനെ വാക്കാനെടുക്കാനും പിന്നെയും പോകാനും പെണ്ണ് വന്നിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഓളെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഷെബീബ്ക്കാക്കും നിന്റെ കാക്കും കൂടി പെണ്ണിന് എന്താ പറയാ ടോർച്ചർ റാഗിങ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയല്ലേ. ചായ പൈസ എത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പെണ്ണിനോട് ചായ പൈസ ഒക്കെ ചോദിക്കുന്നതിൻ്റെ അടുക്കള വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടോ. കാരണം വ്യൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനാണ്. അവിടെ ഉമ്മ ഉപ്പ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് വന്നത്. അങ്ങനെ ടൈം ഇപ്പോൾ 10 മണി 11 മണി ആക്കി നമ്മൾ ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് നമ്മൾ ബീച്ചിൽ പോവാന്ന് വിചാരിച്ച്. സൗണ്ട് തീരെയില്ല, സൗണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. കാക്കക്കും സൗണ്ട് പോയിക്കില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോണത്. നമ്മൾ ഇവിടുന്ന് ചെറിയ നമ്മളെ ഏജുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ പോകണം, ബാക്കി എല്ലാവർക്കും നല്ല ക്ഷീണമാണ്. അപ്പോൾ ഓരോ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ബീച്ചിലേക്കാണ്. അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കും. ചെറിയ മക്കളോട് വരെ ക്രൂര മനസ്സ് കാണിക്കുന്ന ഷെബീബ്. ഷെബീബ് ഇങ്ങോട്ട് നോക്കൂ. ഷെബീബ് 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 ഇങ്ങോട്ട് നോക്കൂ. ഷെബീബ് പിന്നെ കുപ്പായ വണ്ടിയിലുണ്ടോ? ഡ്രസ്സില്ലായിട്ട് എന്റെ മോനിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാണ് ബീച്ചിൽ പോവാന്. പാവം കുട്ടിയാണ് റബ്ബേ, എല്ലാരും സഹകരിക്കണം. എന്റെ കുട്ടിക്ക് ഡ്രസ്സില്ല. അങ്ങനെ നമ്മള് 2 വണ്ടിയായിട്ട് ഷെബീബ്ക്ക മുന്നിൽ പോയിക്കണ്. നമ്മളിങ്ങനെ പിഞ്ചു മോള് അനിസ ഈ കാക്ക അവളിങ്ങനെ പോവാണ്. നേരെ ബീച്ചിലേക്കാണ്. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുള്ളൂ. നമ്മളെവിടെ എത്തി? ബീച്ചിലെത്തി. നമുക്ക് കിട്ടിയത് കുട്ടിക്കളി മാറാത്ത ഒരു കുട്ടിയാണ് കിട്ടിയത്. എന്താ ഇപ്പളെ കളിസാമാനൊക്കെ വാങ്ങണത്? നന്നായി.
വരി നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം, അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നടക്കാം. അങ്ങനെ ബീച്ചിലെത്തി കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ അവൾക്ക് എന്താ പറയുക ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്യും. മല്ല മല്ല എടുക്കൂല. അനിസ അനിസ ദുവാ 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 അങ്ങോട്ട് നോക്ക്. ഹായ് പറ. മോളെ അങ്ങനെ നമ്മളിപ്പോ വന്നത് ഹുക്ക ലോഡ്ജിലേക്കാണ്. എല്ലാരും ഉണ്ട്. ഇപ്പത്തെ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ആയിരിക്കും. താഴത്തെ വന്ന് മുട്ടിക്കണം. 1 2 3 സ്റ്റാർട്ട് പിടിച്ചോ. ഫസ്റ്റ് നൈറ്റ് ഇവിടെ നമ്മള് ഫസ്റ്റ് നൈറ്റ് നമ്മള് സൗണ്ട് ഇങ്ങനെ ആയിട്ടാണ് പിന്നെ പറയണ്ട. സൗണ്ട് ഇങ്ങനെ ആയിട്ടാണ്. ചെക്കനും പെണ്ണും ഉറങ്ങി പാവം. അതവിടെ ഉണ്ടോ ഫുള്ള് വലിച്ച് ഓഫായിട്ടിരിക്കുന്നത്. ഇവിടെ വലിച്ച് തളർന്നിരിക്കുന്ന ഷിഫാമറിയോ. അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെറുതായിട്ട് അപ്പൻ്റെ വീട്ടിലാക്കി. ഓൻ്റെ അനിയത്തി ഉണ്ട് നമ്മളേല്, പിഞ്ചൊമ്മളയിലാണ്. ഓളവിടെ ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകും. സൗണ്ട് ഇല്ലാത്തതിനെ കൊണ്ടാണ് തീരെ കേൾക്കാത്തത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.